ഇന്നത്തെ ചിറ്റ്ചാറ്റിൽ ഞങ്ങൾ 4 പേരാണ് ഇരിക്കുന്നത്. 2 പേര് അമേരിക്കയിൽ നിന്നാണ്. ഒന്ന് മിഥുനുണ്ട്, ഒന്ന് ഷെറിയുണ്ട്, ഡിനു ഉണ്ട്, ഷിജു ഉണ്ട്. ഷിജുവും ഡിനുവും കാനഡയിൽ നിന്നാണ്. ഉറപ്പായിട്ടും ഇഷ്യൂ അമേരിക്കയുടെ വെന്യൂസിൽ തന്നെയാണ്. എന്താണ് ഗ്ലോബലായിട്ട് അവിടുത്തെ മീഡിയ പറയുന്നത്, ജനങ്ങൾ എങ്ങനെ ഇതിനെ കാണുന്നത്, എന്ത് ബാക്ക്ലാഷാണ് ഗ്ലോബലി ഉണ്ടാകുന്നത്, അതിനെപ്പറ്റിയാണ് ഈ ടോപ്പിക്ക്. അപ്പം ആദ്യം ഷിജുവിനോടാകാം. കാരണം ഷിജു എങ്ങനെയാണിത് കനേഡിയൻസ് ഇതിനെ കാണുന്നത്? കാരണം എക്കോണമി മാറ്റർ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അവിടുത്തെ ചെറുപ്പക്കാരുടെ ലൈഫ് മാറ്റർ ചെയ്യുന്നുണ്ട്. അവിടുത്തെ പത്രങ്ങളും ജനങ്ങളും സോഷ്യൽ മീഡിയയും ഈ പറയുന്ന ഒരു സുപ്രഭാതത്തിൽ ആരും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യ അടിച്ചുകൊണ്ടേക്ക് പോകുന്നു. ഏത് രീതിയിലാണത് കാണുന്നത് ബേസിക്കലി? മാത്യു, ഗുഡ് മോർണിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം എന്ന് പറയുന്നത് ലോകത്ത് എവിടെ ഉണ്ടായതുപോലെ തന്നെ കാനഡയിലും വലിയൊരു ഷോക്കായിരുന്നു. ലോകത്തൊരു ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു. വെറുതെ അറ്റാക്ക് ചെയ്യല്ല, എംബാർഗോ ആരംഭിച്ചു, അല്ലെങ്കിൽ അവിടുന്ന് നോ ഫ്ലൈ സോൺ, അല്ലെങ്കിൽ വെനിസ്വേല വലയം വെച്ചിരുന്നു. എങ്കിലും അവിടുന്ന് ഒരുപക്ഷെ അറ്റാക്ക് ചെയ്യുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇതുപോലെ പിടിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞൊരു ഡ്രമാറ്റിക് ആയിട്ട് പോയി പിടിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞ് ഒരിക്കലും ആരും പ്രതീക്ഷിച്ചില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ട 1-2 കാര്യങ്ങളുണ്ട്. നെതന്യാഹുവിന്റെ സാന്നിധ്യം ഒരാഴ്ച മുമ്പ് ഈ 1-ാം തീയതി 2-ാം തീയതി ഈ പറയുന്ന മാർലാഗോ എന്ന് പറയുന്ന ട്രംപിന്റെ വസതിയിൽ അദ്ദേഹമുണ്ട്. പിന്നെ മറ്റാരായിരിക്കും ഇതിനകത്ത് ഇൻഫർമേഷൻ ഉള്ളത്? ഒരു രാജ്യത്തിന് ഇൻഫർമേഷൻ ഇല്ല. അതിന്റെ ഒരു കാര്യം ഇസ്ലാമറിന്റെ ഒക്കെ എനിക്കൊരു അറിവില്ലെന്നുള്ള മറുപടി. അപ്പൊ അതുപോലുള്ള ഇതിനകത്ത് ട്രംപ് US തന്നെ ഏകപക്ഷീയമായിട്ട് തീരുമാനിച്ച ഒരു പക്ഷേ ഇതിന് ഒരു പ്രാവീണ്യമുള്ള അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടൈസ് ഉള്ള ഇസ്രായേലിന്റെ പിന്തുണ ഇല്ലെന്ന് പറയാനൊക്കത്തില്ല. പക്ഷെങ്കിൽ 2 പ്രധാന കാര്യങ്ങളാണ് എനിക്കിനകത്ത് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ഞെട്ടലുണ്ട്, ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് വന്നു, മടുവയും ഭാര്യയും അമേരിക്കയിലുണ്ട്. എന്നിരുന്നാലും ഒരു മാക്രോ ആസ്പെക്ട് എന്ന് പറയുന്നത് വലിയൊരു ഓയിൽ ഒരു റിസോഴ്സിലേക്കുള്ള അമേരിക്കയുടെ ഒരു കൈ, അത് വെറുതെ അങ്ങ് പിടിച്ചവിടുന്ന ഒരു അധികാരഭ്രഷ്ടരാക്കി അല്ലെങ്കിൽ പുതിയൊരു ഭരണം വരുത്തുകയല്ല ചെയ്യുന്നത്. ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കേട്ടു, നമ്മളത് കൺട്രോൾ ചെയ്യുമെന്നാണ് പറയുന്നത്. കാര്യം ഇതൊരു എക്സ്റ്റെൻഡഡ് ടെറിട്ടറി പോലെ ആക്കിയാണ്. തൊട്ടടുത്താണ്, അമേരിക്ക തൊട്ടടുത്ത സ്ഥലത്തിലാണ്. ഇതിലുള്ള കോമൺ ഓയിലിനകത്ത് ഒരുപാട് നാളായിട്ട് കരീബിയൻ കൺട്രികളുമായിട്ട് വളരെ ഒത്തിരി ഡിസ്പ്യൂട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും അഡ്രസ് ചെയ്യാൻ ആരുമില്ല, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഒന്നും ചെയ്യുന്നില്ല. ആ സ്ഥിതിക്ക് ട്രംപ് ഇടപെട്ടത് തന്നെയാണ്. അതിനകത്ത് ലോകത്ത് എനിക്ക് തോന്നുന്നില്ല ആരും ഈ അമേരിക്കൻ റീജിയനിൽ ആരും പരാതി പറയുമെന്ന് തോന്നുന്നില്ല. മെക്സിക്കോ ഒക്കെ പൊളിറ്റിക്കലി പറയുന്ന അഭിപ്രായമേ ഉള്ളൂ. പക്ഷെ കാനഡയെ സംബന്ധിച്ചോളം വേറൊരു വിഷയം എനിക്ക് പറയാനുള്ളത്. കാനഡയ്ക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഷോക്കിംഗ് ആയിട്ടുള്ളത് കാനഡയ്ക്ക് തന്നെയാണ്. കാനഡയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിയർ പോളിയോവിനെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ മണിക്കൂറുകൾക്കാകുമ്പോൾ സ്വാഗതം ചെയ്തു. എനിക്ക് ഇവിടെ വൈഫും മിനിസ്റ്ററിക്കാരിയാണെന്ന് എന്റെ വിശ്വാസം. എന്നിട്ട് എങ്കിലും ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള ലിബറൽ പാർട്ടിയും അതിന്റെ കാണിന്നൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, മറ്റുള്ള ഓരോ നേതാക്കന്മാർ പറയുന്ന പോലെ വളരെ എങ്ങും തൊടാത്തൊരു ഒരു സമീപനം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ കാനഡയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ ബ്ലോ എന്ന് പറയുന്നത്, നമുക്ക് കീ സ്റ്റോൺ എന്ന് പറഞ്ഞൊരു പരിപാടി, ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആൽബർട്ടയിൽ ഓയില് പൈപ്പ് ലൈൻ വഴി അമേരിക്കയിൽ എത്തിക്കുക, അത് റിഫൈൻ ചെയ്യുകയും ചെയ്യുന്ന പദ്ധതി. അത് ട്രംപിന് ആദ്യ ടേമിൽ ആരംഭിച്ചതാണെങ്കിലും ട്രംപ് 2-ാം ടേം ട്രംപ് നഷ്ടപ്പെടുകയും പകരം ജോ ബൈഡൻ വരികയും ചെയ്തു. ജോ ബൈഡന്റെ ഫസ്റ്റ് ഡേയിൽ സോൺ ചെയ്ത ദിവസത്തെ എക്സിക്യൂട്ടീവ് ഓർഡർ ആയിരുന്നു കീ സ്റ്റോൺ ക്യാൻസൽ ചെയ്യാനുള്ളത്. പിന്നെ ലിബറൽ പാർട്ടി ഒരിക്കലും അതിനെ അംഗീകരിച്ചിട്ടുമില്ല. അപ്പൊ നമ്മുടെ ഓയിലൊരു പ്രധാന മാർക്കറ്റ് അമേരിക്ക ആയിരിക്കുകയും നമ്മളെ അമേരിക്ക ഒരു പരിധിവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്ഥിതിക്ക് ഇപ്പം സൗത്ത് സൈഡിൽ നിന്ന് വെനിസ്വേലയുടെ ഓയിൽ അമേരിക്കയുടെ കയ്യിലേക്ക് വരുന്നത് കുറഞ്ഞ ക്വാണ്ടിറ്റി ഒന്നുമല്ല, വലിയ ക്വാണ്ടിറ്റി വരുന്നത്. ലോകത്ത് തന്നെ ഈ ഓയിൽ ഇൻഡസ്ട്രിയെ ഈ ഓയിലിന്റെ പവറിനെ മാറ്റും. ഇത് നമുക്ക് മാത്രമല്ല ഗൾഫ് രാജ്യങ്ങൾക്കും യൂറോപ്പിന് മുഴുവൻ സപ്ലൈ ചെയ്യാനുള്ള ഒരു പക്ഷേയുള്ള സാധ്യത ഉണ്ടാവും. വെനിസ്വേല ഓയിൽ എക്സ്പോർട്ട് ചെയ്യാത്തത്, വെനിസ്വേല ഓയിൽ ഇല്ലാത്തതുകൊണ്ടല്ല, ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ ഓയിൽ റിസർവ് കൺട്രിയാണ്. പക്ഷെങ്കിൽ അതിനുള്ള എംബാർഗോ കാരണമാണ് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ. പിന്നെ അടുത്ത 2-ാമത്തെ ഒരു വലിയ ഭാഗം എന്ന് പറയുന്നത്, അമേരിക്ക എപ്പോഴും എൻ്റെ ഒരു തികച്ചും നല്ലൊരു ഒരു ബോധ്യം എന്ന് പറയുന്നത്, അമേരിക്ക ചൈനയ്ക്ക് നേരെയാണ് എല്ലാ പദ്ധതികളും സ്വരുക്കൂട്ടുന്നത്. ഇപ്പം ശ്രദ്ധിക്കുകയാണെങ്കിൽ ചൈനയെ സഹായിക്കാൻ സാധ്യതയുള്ള
ഇറാനിലെ ഇന്റേണൽ പ്രശ്നമായി, ഇറാന് പുറത്തോട്ട് നോക്കാനൊക്കെ വിധത്തിലായി. വെനിൻസുലയാണ് രണ്ടാമത് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യം. വെനിൻസുലയെ കട്ട് ചെയ്ത് മാത്രമല്ല അധികാരവും നഷ്ടപ്പെട്ടു. പിന്നെ റഷ്യയെ ഒരു പക്ഷേല് ഒരു ഓപ്പൺ മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ റഷ്യ ആയിരിക്കും ഇതിനകത്ത് ഇടപെടാതെ മാറി നിൽക്കും. ഇപ്പൊ ചൈന ഒറ്റപ്പെടുത്തുന്ന ഒരു പദ്ധതിയിൽ 80% അമേരിക്ക വിജയിച്ചു നിൽക്കുകയാണ്. ഷിജുവിന് ഞാൻ ഇടപെടാൻ പോകും. അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്. കാരണം ഈ വെനൂസിലെയും റഷ്യയും ഇറാനും ചൈനയും കൂടെ ഈ പെട്രോൾ ഡോളറിനെതിരെ തിരിഞ്ഞു. വെരി കറക്റ്റ്. ഓക്കെ, ഇത് നമ്മൾ തള്ളിക്കളയാൻ പറ്റത്തില്ല. ദിസ് ഇസ് റിയലി ഹാപ്പൻഡ്. അതെ. അപ്പൊ അതും ഒരു മേജർ ആസ്പെക്റ്റ് ആണ്. ഈ പറയുന്ന കൊക്കൈനും ഡ്രഗ് എന്നൊക്കെ പറഞ്ഞൊരു പേരിന് വെച്ചിട്ട് ഇതൊക്കെയാണോ ഇതിന്റെ പിറകിലുള്ള കളി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ കാര്യം അമേരിക്കയ്ക്ക് എന്നും ഉണ്ടല്ലോ. നമ്മൾ ഓർക്കുന്നില്ലേ, ഈദി അമീനെ പുറത്താക്കുന്നതിന് മുമ്പ് കാലങ്ങളോട് നമ്മൾ കേട്ടത് എന്തായിരുന്നു? ഈദി അമീൻ മനുഷ്യരെ തിന്നും. അപ്പൊ അങ്ങനത്തെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത ശേഷമാണ് പേപ്പട്ടിയാണെന്ന് വ്യക്തിത്വത്തിന് ശേഷമാണ് തല്ലിക്കൊല്ലുന്നത്. കാരണം വെനൂസിലൊന്നും അല്ല, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡ്രഗ് കാർട്ടലിനെ കൊളംബിയ തന്നെയാണ് ഇപ്പോഴും. കൊളംബിയയിൽ പക്ഷെ ഇപ്പൊ പറയുന്നത് കൊളംബിയയിൽ നിന്ന് വെനീസിലെ വഴി വരുന്നെന്നാണ് ട്രംപ് കണ്ടുപിടിച്ചത്. അതൊക്കെ ഓരോന്ന് കണ്ടുപിടിച്ചത്. അതൊക്കെ അമേരിക്കൻ സ്ട്രാറ്റജിയുടെ ഡിപ്ലോമസിയുടെ ഒക്കെ. കാരണം ഒരുത്തരെ താറടിക്കാൻ വേണ്ടി പലതും ചെയ്തു കളയും. അതെ, ഓൾട്ടർനേറ്റ് പെട്രോൾ ഈ ഡോളറിൽ ഓയിൽ ട്രേഡ് ചെയ്യുന്നതിന് പകരം ഓൾട്ടർനേറ്റ് മാർഗങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് റഷ്യയും ചൈനയും വളരെ ശക്തമായിട്ട് ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഒരു പരിധിവരെ നാളെ ബ്രിക്കിന് ഇത് സംഭവിച്ചുകൂടാന്നില്ല. പ്രധാന കക്ഷികൾക്കൊക്കെ ബ്രിക്ക് അതിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അതെ, കാരണം ബാങ്ക് എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. പക്ഷെ അതും കുറവാക്കാൻ പോവാന്നും ഏതാണ്ട് പിടികിട്ടി. ഏതായാലും ഷിജു, ഞാൻ വേറെ മിഥുനോട് ചോദിക്കട്ടെ. മിഥുൻ, എങ്ങനെയാണ് ഇത് ബേസിക്കലി അമേരിക്കൻ മീഡിയ ഏത് രീതിയിലാണ് അവിടെയുള്ള ആൾക്കാർ ഇതിനെ എടുക്കുന്നത്? കാരണം എനിക്ക് തോന്നുന്നു രണ്ടാം ലോകമഹായുദ്ധത്തെക്കാൾ ഒരു ബോംബ് സംഭവമാണിത്. ന്യൂക്ലിയർ ബോംബിനേക്കാളും വലിയൊരു ബോംബ് രാജ്യത്ത് പോകുന്നു, ഒരു 1-2 മണിക്കൂർ കൊണ്ട് പിടിച്ചെടുത്തോണ്ടെങ്കിൽ പോരുക. എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ബേസിക്? കാരണം ഇതൊരു ചെറിയ സംഭവമൊന്നും അല്ല. ഒന്നാമത് വെനൂസിലേക്ക് നല്ല പട്ടാളമുണ്ട്. ഏകദേശം 5000 പേരുടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. എലൈറ്റ് ഫോഴ്സിന്റെ സെക്യൂരിറ്റി ഉണ്ട് കരാക്കസിൽ, ഈ പറയുന്ന പാലസിലും. അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യുന്നു, കയറുന്നു, പൊക്കിക്കൊണ്ടിങ്ങി പോരുന്നു. എങ്ങനെയാണ് ഇത് കാണുന്നത്? ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ട്രംപിന്റെ ടീമിനെ പറ്റി നമുക്കൊന്ന് പരിചയപ്പെട്ടിരിക്കും. ആരാണ് ട്രംപിന്റെ ഡ്രീം ടീം? ലൈക്ക് പീറ്റ് ഹെക്സത്ത്, മാർക്കോ റൂബിയോ, JD വാൻസ്. ഈ ട്രംപ് സംസാരിക്കുമ്പോൾ വൈറ്റ് ഹൗസിൽ ഇങ്ങനെ പുറകിൽ ഒരു 4 പേര് നിൽക്കുന്ന സാറ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ 4 പേരും ഈ പീറ്റ് ഹെക്സത്തെ 6 അടി 2 ഇഞ്ച്, JD വാൻസ്, പിന്നെ മാർക്കോ റൂബിയോ. ഇവരൊക്കെ ആരാ മുതലെന്നറിയും. ഇവന്മാരെ വന്ന് കയറിയപ്പോഴും എനിക്കറിയാം ഇതൊന്നും അല്ല, ഇതിനപ്പുറമാണ്. ഒരു മെസ്സേജ് ഇവർ സെൻഡ് ചെയ്യാൻ പോവുകയാണ് ലോകത്തിന്റെ. സമവാക്കി മാറ്റം മറക്കിയാണ് ഈ 3 പേരും. ട്രംപ് ഒന്നുമല്ല ഇതിന് പുറകിൽ. ഈ 3 മിടുക്കന്മാരാ സമവാക്യം മാറ്റിമറിച്ചു. ആദ്യ ആളുകൾ തന്നെ ലസാദിനെ മാറ്റി കളഞ്ഞു. ലസാദിനെ മാറ്റി റഷ്യനെ ഓടിച്ചു വിട്ടുകൊണ്ട് കത്തോലിക്ക ബിഷപ്പിനെ, കത്തോലിക്ക അമേരിക്കൻ പോപ്പിനെ അവർ സ്ഥാപിച്ചു. ആദ്യം 2 ആഴ്ചക്കുള്ളിൽ 2 മാസങ്ങളിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ അവർ കഴിഞ്ഞ ഒരു 6 മാസം കൊണ്ട് ലോകത്ത് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് ആലോചിച്ച് നോക്കിയാൽ. റഷ്യൻ പ്രസിഡന്റിന്റെ വസതിയുടെ തൊട്ടടുത്താണ് ഡ്രോൺ കൊണ്ടിട്ടിരിക്കുന്നത്. ഒരു മെസ്സേജാണ് അവർ സെൻഡ് ചെയ്യുക. അവർ സെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ മറ്റേ B2 ബോംബ്. ട്രംപ് B2 വിട്ടപ്പോ എന്താ പറഞ്ഞ, B2 എവിടേക്ക് വേണം തിരിച്ചുവിടാന്ന് പറഞ്ഞത്. ഐ ക്യാൻ സെൻഡ് B2 എനിവർ. ഇന്ന് ഇറാനിൽ പോയി ഇവർ പലതും ചെയ്യും. അത്ര പ്ലാനിങ് ആണ് ഇവർക്ക്. ഒരു ഇടപെടുവാണ്. ബേസിക്കലി നേരത്തെ അമേരിക്ക ചെയ്ത പരിപാടികൾ ഇപ്പം പൂർണ്ണമായിട്ടും ചെയ്യുന്നു. ഇതാണോ ഈ പറയുന്ന അമേരിക്കൻ ബിക്കം സ്ട്രോങ് എന്ന് പറയുന്ന ഉദ്ദേശം? അമേരിക്ക കോൾഡ് വാർ ഏരിയയിലേക്ക് തിരിച്ചു പോയിരിക്കുക. 2ഓളം അമേരിക്കൻ നേവൽ സ്റ്റേഷൻസ് ആണ് റീഓപ്പൺ ചെയ്തിരിക്കുന്നത് കോൾഡ് വാർ സമയത്ത്. ഒന്ന് പോർട്ടോറിക്കയിൽ, ഇതിന് ഈ ഓപ്പറേഷന് മാത്രം പോർട്ടോറിക്കയിലും വിർജിൻ ഐലൻഡില് 2ഓളം കേന്ദ്രങ്ങൾ റീഓപ്പൺ ചെയ്തു. അവർ ക്ലോസ് ചെയ്താണ് കോൾഡ് വാർ സമയത്ത്. അവസാനിപ്പിച്ചു, എല്ലാം വിട്ടുപോകുന്നതാണ്. ഇവർ ലോകത്തിന് മെസ്സേജ് കൊടുക്കുകയാണ് അമേരിക്ക ഈസ് ഗെറ്റിംഗ് ബാക്ക്. ഓക്കെ, അതിന് ചുക്കാൾ പിടിക്കുന്ന 4 പേരുമാണ്. 4 ചെറുപ്പക്കാരാണ്. ചിന്തിക്കണം, ഒരു 50 വയസ്സ് പോലും തേങ്ങിയിട്ടില്ല. മാർക്കോ റൂബിയോ എന്ന് പറയുന്നത് 40 വയസ്സ് പോലും ആയിട്ട് 45. JD വാൻസ് 38 വയസ്സ്. പീറ്റ് ഹെക്സത്ത്. അപ്പോൾ ചെറുപ്പക്കാരാണ്. ഇവർ സന്ദേശം കൊടുക്കുകയാണ് ലോകത്തിന് മുഴുവൻ ഡിക്റ്റേറ്റേഴ്സിന്. ഇവരുടെ ലിസ്റ്റിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇവർ പിടിച്ചടക്കം കൊളംബിയക്ക് ഇന്നലെ തന്നെ ട്രംപ് പറഞ്ഞല്ലോ, കൊളംബിയ യു മൈൻഡ് യുവർ ആസ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അടുത്ത പണി വരാൻ പോകുന്നതാണ്. ഇവര് ഒരുങ്ങിയിരിക്കുകയാണ്.
ഇവര് ഇത് ദിസ് ഇസ് ഗോയിങ് ടു ബി ഡിഫറെന്റ്. ഓക്കെ, അമേരിക്കൻ 90% അമേരിക്കൻ സപ്പോർട്ട് ഒരു പക്ഷെ കിട്ടുമായിരിക്കും. പക്ഷെ ലിബറൽസ്, ലോകമുള്ള ലിബറൽസുകൾക്ക് എല്ലാവരും മെസ്സേജ് കൊടുക്കുകയാണ് ഈ 3 പേരും കരുതിയിരിക്കുക സാർ. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് പല പോസിറ്റീവ് റെസ്പോൺസ് ഇതുവരെ കാണുന്നു സാർ. ശരി, ഈ പറയുന്ന ശരി ഇതേപോലുള്ള സംഭവങ്ങൾ വായിക്കുന്ന ഒരാളാണ്. ഇസ്രായേലിന്റെ ഓപ്പറേഷൻ, ഇസ്രായേലാണ് ഇതിന്റെ എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇസ്മായിൽ ഹാനി ആണെങ്കിൽ ആൾക്കാരെ തട്ടാനും ഖത്തറിൽ കൊണ്ട് ബോംബ് ചെയ്യാനും ആൾക്കാരെ അടിച്ചുകൊണ്ട് വരാനും കൊല്ലാനും അണ്ടർ കവർ ഓപ്പറേഷൻ്റെ അകത്ത് അവരാണ് ലോകത്തിലെ ഏറ്റവും മികച്ചത്. ഈ ഓപ്പറേഷൻ കാണുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? ഈ ഓപ്പറേഷനിൽ തീർച്ചയായും ഞാനൊരു കാര്യം വെച്ചാൽ പറഞ്ഞതോട് ഞാൻ ആഡ് ചെയ്യാം. ഈ ഇസ്രായേലിലൊക്കെ എക്സ്പേർട്ട് ആണ്. എന്നാൽ റഷീം ചേഞ്ച് ചെയ്യാൻ ഏറ്റവും നല്ല എക്സ്പേർട്ട് CIA തന്നെയാണ്. അവർ ലോകത്ത് എവിടെയൊക്കെ റഷീമിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പല രാജ്യങ്ങളിലും ചെയ്യുന്നുണ്ട്. പനാമയിലെടുത്ത് റോഡ് ഇളന്നിട്ടുണ്ട് പല രാജ്യങ്ങളിലും. പ്രത്യേകിച്ച് ഈ ഒരു ഓപ്പറേഷനിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, അമേരിക്ക എന്ന് പറയുന്ന ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ്. ഒരാണ് ക്യാപിറ്റലിസത്തിന്റെ എന്താ പറയുന്ന ബോസ്. അവരുടെ താഴെ ഒരു കമ്മ്യൂണിസ്റ്റ് കൺട്രി വളരാൻ അവർ സമ്മതിക്കില്ല. അത് നമ്മള് 80s മുതൽ 70s മുതൽ കോൾഡ് വാർ സമയം പോലെ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് റഷ്യനെ ദൂരെ കഴിഞ്ഞ് നാട്ടിൽ അടിച്ചിട്ടുണ്ട്, അതൊക്കെയുണ്ട്. ഓക്കെ, ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാല് ഇതിനകത്തൊരു പ്രത്യേകത വെച്ചാൽ ഇസ്രായേലിന്റെ ഏജൻസ് ഉണ്ട് ശരിക്ക് ലാറ്റിൻ അമേരിക്കൻ. അതിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് അഡോൾഫ് എയ്ഷ്മാനെ അർജന്റീനയിൽ നിന്നും പണ്ട് കൊണ്ടുവന്നത്. അപ്പൊ ആ ഒരു സെല്ല് ഇപ്പോഴും എല്ലായിടത്തും ഉണ്ട്. അത് നമ്മൾ മനസ്സിലായത്, നമ്മൾ ആ ഹിസ്റ്ററി പഠിക്കുമ്പോഴാണ് ഇത് നമുക്ക് ഇവിടെ എല്ലായിടത്തും ഉണ്ട്. അമേരിക്ക മൊസാദിന്റെ ഏജൻസ് ഉണ്ട്. കൃത്യമായ ഇൻഫർമേഷൻ ആണ്. ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്കിൽ വരുന്നു, തിരിച്ചു പോരുന്നു, കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കി, അത് കഴിഞ്ഞ് അവിടെ കയറി അടിക്കുക. പക്ഷെ ഞാനൊരു കാര്യം പറയും, ഇതിനകത്ത് ആരും വിചാരിച്ചില്ല ഒരിക്കലും ഈ ഒരു പ്രസിഡന്റിനെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നു. മാക്സിമം കുറച്ച് ഡിസ്ട്രക്ഷൻ നടത്തി ഈ ടോപ്പിലെയും അതാണ് വിചാരിച്ചത്. പക്ഷെ ഇത് അമേരിക്ക ലോകത്തിന് കൊടുത്ത ഞാൻ ഇതിനുമായിട്ട് പേഴ്സണലി സംസാരിച്ചു. അതിന്റെ എനിക്ക് ഇടപെടേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഇയാൾ ബേസിക്കലി വെന്യൂസില്ല. അമേരിക്കൻ നിയമം എങ്ങനെയാണ് ഇയാൾ പാലിക്കേണ്ടത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. 71 ഇന്ത്യ ഈസ്റ്റേൺ പാകിസ്ഥാനെ കയറി അറ്റാക്ക് ചെയ്തു. വെസ്റ്റ് പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാനെ. അന്നേരം അത് പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു. അപ്പം ഒരു രാജ്യത്തിനെതിരെ അതല്ല, അയാളെ അവിടെ കൊണ്ടുവന്ന് ബ്രൂക്ലിൻ കൊണ്ടുവന്നിട്ട് അവിടെ അമേരിക്കൻ നിയമം എങ്ങനെയാണ് ഒരു വെനൂസിലിയൻ സിറ്റിസൺ പാലിക്കണമെന്ന് പറയുന്നതിന്റെ കാര്യമുണ്ട്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, മൈറ്റ് ഈസ് റൈറ്റ്. ദാറ്റ്സ് ഇറ്റ്. സാറേ, അറസ്റ്റ് വാറന്റ് ഉണ്ട് സാറേ. അമേരിക്കൻ സർക്കാർ അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. കാരണം അമേരിക്കൻ സർക്കാരിൽ അമേരിക്കൻ ജനങ്ങളുടെ ജീവന ഭീഷണിയായിട്ടുള്ള ഫെറ്റനൈൽ അമേരിക്കയിലേക്ക് കടത്തുന്ന കുറ്റം ആരോപിച്ച് ഓപ്പൺ വാറന്റ് ഉണ്ട് മറ്റൂർക്കെതിരെ. ആ വാറന്റ് അടിസ്ഥാനത്തിലാണ് ഇവിടെ ന്യൂയോർക്കിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അഡാനിക്കെതിരെ നാളെ വാറന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊക്കി എടുത്തോണ്ട് പോകുമല്ലോ. അല്ല, അഡാനിക്കെതിരെ അവിടെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ കേസുണ്ട്. ഇപ്പൊ അത് പോസ് ചെയ്തേക്കോ. അഡ്ജസ്റ്റ്മെന്റ് മോഡല്ലേ പോസ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലോ അഡാനി. അത് രണ്ടും രണ്ട് വ്യത്യാസമുണ്ട്. അല്ലല്ല, അഡാനിക്കെതിരെ ബന്ധപ്പെട്ട ഈ ഫെനോളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ശരിക്കും ഈ പറയുന്ന മഡ്രയ്ക്ക് നേരെയുള്ള അതിൽ കടന്നതിനകത്തുള്ള പ്രധാന വ്യക്തിയാണെന്നുള്ളതിനകത്ത് ന്യൂയോർക്കിലെ സൗത്ത് കോർട്ടിന്റെ ഭാഗമുണ്ട്, ഈ ഇൻഡൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ലോകത്ത് എവിടെ നിന്നും പിടിക്കാം. അമേരിക്കയുടെ നിയമം അതിനെ എതിർക്കുന്നില്ല. അമേരിക്ക കുറ്റവാളിയാണെന്ന് ബോധ്യം അമേരിക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ അമേരിക്ക ലോകത്ത് എവിടെ നിന്നും പിടിക്കും. ഒസാമ ബിൻ പിടിക്കാൻ പോയില്ല. അതാ ഞാൻ പറഞ്ഞത്. കാരണം അല്ല, ഒസാമ ബിൻ ലാഡനെ പിടിക്കാൻ പോയത് ഒരു രാജ്യത്തിന്റെ പരമാധികാരിയും ഭാര്യയും പൊക്കിക്കൊണ്ട് രണ്ട് വ്യത്യാസം. അല്ല, ഡിനു ഇതെങ്ങനെ കാണുന്നു? പനാമയെ ചെയ്തിട്ടുണ്ട്. 1989 പനാമയിൽ അന്നത്തെ പ്രസിഡന്റിനെ കൊണ്ടുവന്നിട്ട് 40 വർഷത്തേക്ക് അമേരിക്ക ശിക്ഷിച്ചിട്ടുണ്ട്. അല്ല ഷിജു, അതല്ലേ ഞാൻ പറഞ്ഞ അമേരിക്ക സ്ട്രോങ് അഗെയിൻ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതല്ലയോ? അതെ, അമേരിക്ക ആ ഒരു ഈ പറയുന്ന മൈറ്റും പവറും എക്സിബിറ്റ് ചെയ്യുക മാത്രമല്ല, എന്റെ ഒരു അഭിപ്രായത്തില് 3 വർഷം കൂടെയുള്ള ട്രംപിന്റെ കാലം കഴിയുമ്പോൾ അടുത്ത സമയത്തെങ്കിലും അമേരിക്കയെ ചലഞ്ച് ചെയ്യാനൊക്കെ ഒരു രാജ്യവും മുമ്പിൽ വരാത്ത വിധത്തില് അതാണ് ചൈനയെ തകർക്കും. പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത്. എന്താ ഡിനു എന്താ പറയുന്നത് ഇതിനെ പറ്റി? യങ് ടെക്കിയായ താങ്കൾ. അല്ല, എന്റെ വ്യൂ എന്ന് പറയുന്നത് ഒരിക്കൽ കൂടെ അമേരിക്ക തെളിയിച്ചിരിക്കുകയാണ്. അമേരിക്കയാണ് വേൾഡ് പോലീസ്. അവിടെ ഇപ്പൊ ഇത് ചൈനയ്ക്ക് ക്ലിയർ ആയ ഒരു മെസ്സേജ് ഉണ്ട്. കാരണം ചൈനയ്ക്കും അവിടെ ഈ പറയുന്ന വെനിസ്വേലയിൽ ആക്സസ് ഉണ്ട്. അപ്പൊ അതിനൊരു അങ്ങനല്ല ഡിനു, അതിന്റെ അകത്ത് നോക്കേണ്ടത് ചൈന തായ്വാൻ അവർക്കൊരു പുല്ലും ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് നോക്ക. ചൈനയ്ക്ക് തായ്വാൻ പിടിക്കണം ഇത്ര ആഗ്രഹം കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അവരെ തൊടാൻ സമ്മതിച്ചിട്ടില്ല.
അതായത് ഇപ്പൊ അമേരിക്കയ്ക്ക് ബദലായ ആക്സസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവരെല്ലാം കൃത്യമായിട്ട് ഇപ്പം അവരുടെ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു. റഷ്യയുടെ മെസ്സേജ് വന്നു കഴിഞ്ഞു, ചൈനയുടെ വന്നു കഴിഞ്ഞു. അമേരിക്കയ്ക്കെതിരെ ശക്തമായ രീതിയിൽ അവര് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് ഇപ്പോഴും USA തന്നെയാണ്. പ്രതിഷേധം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന അതിൻ്റെ അത് വലിയ കാര്യമൊന്നുമില്ല. ഈ പ്രതിഷേധത്തിന് മുമ്പ് അവർ പറയും ഞങ്ങളൊരു പ്രതിഷേധം കൊടുക്കുവാണ്. അങ്ങനെ പറഞ്ഞിട്ടാ കൊടുക്കുന്നത്, അല്ലാതെ അങ്ങനെയല്ല ഈ കൊടുക്കുന്നത്. കാരണം എനിക്കറിയാവുന്ന സംഭവം എങ്ങനെയാണ് പ്രതിഷേധം കൊടുക്കുന്നത്. കാരണം ഇവർക്കൊക്കെ അമേരിക്ക പേടിയ, അതുകൊണ്ട് അതിനെ ലോക പോലീസ് എന്ന് പറയുന്നത്. അതൊരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുന്നു ക്ലിയർ ഓപ്പറേഷൻ. ബാക്കി ഇപ്പൊ ഈ സംഭവമൊക്കെ ഇങ്ങനെ നടക്കുമെന്ന് ഏകദേശം ഏറെക്കുറെ അറിയായിരുന്നു. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ആ ഒരു ഡെവലപ്മെന്റ്സ് ഏറെക്കുറെ നമുക്കറിയാം. ഇവരുടെ ഈ ഫ്ലീറ്റും കാര്യങ്ങളെല്ലാം ഈ വെനസ്വേല ചുറ്റി ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ ഈ വെനസ്വേലയുടെ ഇപ്പൊ ഈ അവരുടെ പ്രസിഡന്റിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ന്യൂയോർക്കിൽ കൊണ്ടുവരുന്ന ആ ഒരു ഓപ്പറേഷൻ മാത്രം ഒരു എന്താ പറയുന്നത് ബിയോണ്ട് എക്സ്പെക്ടേഷൻ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഇതിന്റെ അകത്ത് ഷിജു, ഇതിന്റെ അകത്തൊരു ചോദ്യമുണ്ട്. കാരണം ഇന്ന് ടെലഗ്രാഫ് പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് UK ഇതുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ അവരുടെ ഡെൽസി റോഡ്രിഗ്സ് വൈസ് പ്രസിഡന്റ് ഖത്തറിൽ പോകുന്നു. ഖത്തർ മീഡിയേറ്റ് ചെയ്യുന്നു. ഒക്ടോബറിൽ അവരും അവരുടെ ബ്രദറും ജോർജ് ഇവർ ഖത്തറിൽ പോകുന്നു. ദോഹ വെച്ച് സംസാരിക്കുന്നു. അവിടെ വെച്ചാണ് ഇത് ഒക്ടോബറിലാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. അതിന് സാധ്യതയില്ലാതല്ല. കാര്യം ട്രംപ് തന്നെ മറല നടത്തിയ പ്രസ് കോൺഫറൻസിനകത്ത് ഓപ്പറേഷൻ ചീഫ് സംസാരിക്കുന്നുണ്ട്, JD വാൻസ് ഉണ്ട്, സെക്രട്ടറി ഓഫ് വാർ പീറ്റ് ഹെഡ്സ് ഒക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിരുന്നാലും അവർ പറയുന്നത് മാസങ്ങളോളം നീണ്ട ട്രെയിനിങ് ഉണ്ടായിരുന്നു, റിഹേഴ്സൽ ഉണ്ടായിരുന്നു, മാസങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ സംശയിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് മഡൂറോ ഗവൺമെന്റ് പോകുമ്പോൾ നമ്മൾ ന്യായമായും പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷത്തിൽ വരാൻ പോകുന്നത് നോബൽ പ്രൈസ് മേടിച്ച അപ്പം നോർമലി അവരായിരിക്കും വരുമ്പോൾ അവരെ പ്രതിഷ്ഠിക്കുമെന്നാണ് കരുതുന്നത്. പക്ഷെ ട്രംപിലേക്ക് US അതിബുദ്ധിപരമായ നീക്കം എന്ന് പറയുന്നത് അവരെ മാറ്റിയിട്ട് ബംഗ്ലാദേശിൽ സ്ഥാപിച്ച ഒരു ആളെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് വെക്കുകയല്ല ചെയ്യുന്നത്. പകരം ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റിനെ പ്രസിഡന്റ് ആക്കിയേക്കുന്നത്. അതാണ് മാസ്റ്റർ മൂവ് എന്ന് പറയുന്നത്. അതെ. അപ്പൊ അതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു പപ്പറ്റിനെ ആക്കുക അല്ല ചെയ്യുന്നത്, അവരുടെ തന്നെ ഒരാളെ ഇവരുടെ പക്ഷത്താക്കുക ചെയ്യുന്നത്. അതും ഈ പറയുന്ന വെനസ്വേലയുടെ ഒരു അധികാരം എന്ന് പറയുന്നത്, അതായത് ഏകദേശം 80 ലക്ഷത്തോളം ആൾക്കാരാണ് രാജ്യം വിട്ടത് ഈ കാലഘട്ടത്തിൽ. ഏകദേശം 25% പോപ്പുലേഷനാണ് പോയേക്കുന്നത്. ഇത്രയും വലിയ ഓയിൽ റിച്ച് ആയിട്ടുള്ള കമ്പനി രാജ്യം, ഉദാഹരണം സൗദി അറേബ്യ രാജ്യം നോക്കുക. ഒത്തിരി ഓയിൽ റിച്ച് ആണെങ്കിൽ രാജ്യം തന്നെ റിച്ചാൽ നമുക്ക് ധാരണയുണ്ടാകും എന്തുകൊണ്ട് ഇത്ര വലിയ ഓയിൽ റിച്ചായ രാജ്യം ഇത്ര ദരിദ്രമായിരിക്കുന്നു. ഇവരുടെ ഏറ്റവും വലിയ ഫണ്ടിങ് എന്ന് പറയുന്നത് ഈ പറയുന്നത് നമ്മൾ തമാശയായിട്ട് പറഞ്ഞാലും തീർച്ചയായിട്ടും ഡ്രഗും കാട്ടിലും മാഫിയയും ഒക്കെയാണ്. അപ്പൊ ഇവർക്കുള്ളതെന്ന് പറയുന്നത് ഇതിലേക്ക് ആകർഷിക്കപ്പെടുക, ഈ ദാരിദ്ര്യത്തിൽ നിന്ന് ഈ ആർമിയിലേക്ക് യൂണിഫോം ഇട്ട വെറും ഡ്രഗ് ട്രാഫിക്കേഴ്സ് ആണ് അവരുടെ സൈന്യമെന്നാണ് അമേരിക്കയുടെ ഭാഗം. അപ്പൊ അതുകൊണ്ട് അതിന്റെ വേരുകളാക്കുകയാണ് ആദ്യം ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് ആ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തി ഇപ്പൊ വരാൻ പോകുന്ന ഈ പ്രസിഡന്റിനെ അല്പകാലത്തേക്ക് പ്രസിഡന്റായിട്ട് നിശ്ചയിക്കുകയും സംഭവം തണുത്തു കഴിയുമ്പോൾ അമേരിക്ക ശക്തമായിട്ട് ഇടപെടുകയും അമേരിക്കയുടെ നിയന്ത്രണത്തിൽ ആ രാജ്യത്തെ ഇന്നും നാളെയല്ല ദീർഘനാളെ നിർത്തുമെന്നല്ല, ഒരു പക്ഷേ ആയുഷ്കാലം നിന്നുകൂടാനില്ല. ഇതിനൊരു മറുപടി ആവർത്തിച്ച് പത്രക്കാർ ചോദിക്കുന്നുണ്ട് എന്നാണ് ഇലക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അതിന് കൊടുക്കുന്ന മറുപടി തന്നെ വളരെ വ്യക്തമാണ്. അത്ര പെട്ടെന്ന് അവിടുന്ന് കൈയെടുക്കാൻ അമേരിക്ക തയ്യാറല്ല. അതാണ് സത്യം. അതായത് സംഭവം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അമേരിക്ക അവിടുന്ന് മാറുന്നില്ല. നമ്മൾ പ്രത്യേകിച്ച് ഗ്രീൻലാൻഡ് ആണ് നോർത്തിലോട്ടാണ് വരുന്നത്, പക്ഷെ സൗത്തിലോട്ടാണ് പോയത്. അല്ലെ, അടുത്തൊരു ഷിജുവിനോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഷിജു, ട്രംപ് വന്ന സമയത്ത് പറഞ്ഞായിരുന്നു, പിന്നെ നമ്മുടെ ജസ്റ്റിൻ ട്രൂഡോട് പറഞ്ഞു കാനഡ എന്റെ 51ാമത്തെ സ്റ്റേറ്റ് ആക്കാന്ന് പറഞ്ഞു. ഇപ്പൊ കാനഡ ആയിരിക്കത്തില്ല, മിക്കവാറും വെനസ്വേല ആയിരിക്കും 51ാമത്തെ സ്റ്റേറ്റ് അല്ലേ? സ്റ്റേറ്റ് ആകുമെന്നൊക്കെ ഉള്ള ഒരു സ്റ്റേറ്റ് ആകുമെന്ന് പറഞ്ഞല്ലോ. ഞാൻ തമാശയുടെ കോണ്ടാക്ട് എടുത്താണ്, വേറെ അല്ലല്ല. അതിന്റെ എനിക്ക് വേറെ ചോദ്യമുണ്ട്. ഈ ട്രംപ് പറഞ്ഞു ഫ്ലോറിഡയെ വെച്ച് അമേരിക്കൻ കമ്പനികൾ അങ്ങോട്ട് പോവാം. അപ്പൊ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇത്രയും നാളും അവിടെ അമേരിക്കൻ കമ്പനി 2013 പലരും വിഡ്രോ ചെയ്തു പോയി. മറ്റേ ഹ്യൂഗോ ഷാവസ് 2005 ഷെവറൺ മാത്രമേ ഉള്ളൂ. അത് പേരിന് കൺസൾട്ടന്റിനായിട്ട്, കാരണം അവർക്ക് പുറത്ത് വിൽക്കാൻ പറ്റത്തില്ല, അമേരിക്കൻ സാങ്ഷൻ ഉണ്ട്. എന്റെ ചോദ്യം ഷിജുവിനോട്, കാരണം ഷിജു കുറച്ച്
കൊമേഴ്ഷ്യൽ ബിസിനസ് കാര്യങ്ങളൊക്കെ ജോലി ചെയ്യുന്ന ഒരാള്. അമേരിക്കൻ കോർപ്പറേഷൻ, അതായത് പ്രത്യേകിച്ച് ഓയിൽ റിച്ച് കോർപ്പറേഷൻ വെനീസിലെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റം എന്തുമായിരിക്കും? അത് പ്രധാനമായിട്ടും അമേരിക്ക ലോകത്തെല്ലായിടത്തും നോക്കുന്നുണ്ടല്ലോ. അവരുടെ വ്യവസായങ്ങള്, അവരുടെ സാധനങ്ങൾ, പ്രോഡക്റ്റ് വാങ്ങിക്കുക, അല്ലെങ്കിൽ അവരുടെ വ്യവസായങ്ങൾ സ്ഥാപിക്കുക, അല്ലെങ്കിൽ അവർക്ക് കോൺട്രാക്ട് കിട്ടുക. മിഡിൽ ഈസ്റ്റിലൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ ട്രംപിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ട്രംപിന്റെയൊക്കെ ചില ഈ രാജ്യ നേതാക്കന്മാരുമായിട്ടുള്ള, മറ്റു രാജ്യ നേതാക്കന്മാരുമായിട്ടുള്ള സംഭാഷണം കണ്ട ഒരു സെയിൽസ്മാന്റെ പിച്ചാണ്. നമ്മുടെ ബോയിങ്ങിനെ വിൽക്കുക, ഫൈറ്റർ പ്ലെയിൻ വിൽക്കുക. അതുപോലെ തന്നെ കോൺട്രാക്ടേഴ്സിനകത്ത്, ഓയിൽ കോൺട്രാക്ടിനകത്ത് ഇതുപോലുള്ള താല്പര്യം എന്നും അമേരിക്കയ്ക്കുണ്ട് ഈ കോർപ്പറേഷനെ സഹായിക്കാനുള്ള. പക്ഷെങ്കിൽ അമേരിക്ക അനുകൂലിക്കാത്ത അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഇവരുടെ കമ്പനി ഇൻവെസ്റ്റ്മെന്റ്സ് സേഫ് ആകുന്നില്ല. ഏത് രാജ്യത്തും വെസ്റ്റേൺ വേൾഡിൽ നിന്ന് അമേരിക്കയിൽ പോകുമ്പോൾ നമ്മൾ നോക്കുന്ന പ്രോഫിറ്റബിലിറ്റി ഒരു ഭാഗമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ. അതിനകത്ത് ഏറ്റവും പ്രധാന വിഷയം എന്ന് പറയുന്നത് റിസ്ക്, കൺട്രി റിസ്ക് എന്ന് പറയും, റിസ്ക് ഫാക്ടർ. എത്രമാത്രം റിസ്ക് ഉണ്ട് ഈ ഇൻവെസ്റ്റ്മെന്റിന്. അപ്പൊ അമേരിക്കയിലെ വലിയ കമ്പനികൾ വെനിസ്വേലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഈ കൺട്രി റിസ്ക് ഹാൻഡിൽ ചെയ്യാനാണ് അമേരിക്ക പട്ടാളത്തെ അയച്ചിരിക്കുന്നത്. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഇതിന്റെ പൊളിറ്റിക്കൽ മാറ്റേഴ്സ് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യും. അമേരിക്കയുടെ മുമ്പിൽ, അമേരിക്കൻ വ്യവസായത്തിന് മുമ്പിൽ, പ്രത്യേകിച്ച് ഓയിൽ കമ്പനികളുടെ മുമ്പിൽ ഒരു വലിയ വാതിലാണ് തുറന്നിരിക്കുന്നത്. ഗൾഫ് ഓഫ് മെക്സിക്കോ നമ്മൾ പണ്ട് പറയുന്ന, ഇപ്പൊ ഗൾഫ് ഓഫ് അമേരിക്ക എന്നിട്ട് നമുക്ക് പുതുപേരിട്ടേക്കുന്ന ഭാഗത്ത് അമേരിക്കയ്ക്ക് ഓയിൽ എക്സ്പ്ലോറേഷൻ ഉണ്ട്. അവിടെ വരുന്ന കരീബിയൻ കൺട്രികൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് മാത്രമല്ല, പല കരീബിയൻ കൺട്രിയും വെനിസ്വേലയുമായിട്ട് വളരെ ശക്തമായിട്ട് എതിർപ്പ് ഉണ്ടെങ്കിൽ അവരുടെ ടെറിട്ടറിക്കകത്ത് കടന്ന് വെനിസ്വേല ഓയിൽ ഡ്രിൽ ചെയ്യുന്നുള്ള പരാതി നിലനിൽക്കുകയും അത് WTO പല പ്രാവശ്യം അവതരിപ്പിച്ചിട്ടും ഒരു മറുപടി, ഒന്നും ചെയ്യാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന, UN പോലെ തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ആ ഒരു അവസരത്തിലാണ് ഈ കരീബിയൻ രാജ്യങ്ങളുടെ മുഴുവൻ സപ്പോർട്ടും, ഞാൻ ഹോൾ ഹാർട്ടഡ് സപ്പോർട്ടും അമേരിക്ക നേടും. ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയിട്ട് അമേരിക്കൻ കമ്പനികളോട് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അവിടെ നിന്ന് വൻതോതിൽ ലാഭം കൊയ്യുകയും ചെയ്യും എന്നുള്ളതാണ് ഈ വരാൻ പോകുന്ന 3 വർഷം നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഉറപ്പായിട്ടും അമേരിക്കൻ എക്കോണമി ബൂം ചെയ്യും. തീർച്ചയായിട്ടും ഓയിലിനകത്ത് ഡോമിനൻസ് എടുക്കും. നാളെ എന്നിട്ട് ഇവർ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്, ഇന്ന് മിഡിൽ ഈസ്റ്റ് പറയുന്ന ഓയിൽ അമേരിക്ക പറയും റഷ്യയുടെ ഓയിൽ കട്ട് ചെയ്താൽ യൂറോപ്പിൽ ഞങ്ങൾ ഓയിൽ തരാമെന്ന് പറയും. അതായത് ഞാൻ പറയും ഗെയിം ചേഞ്ചർ ആണ് ഈ സംഭവം. റഷ്യക്ക് ഓൾട്ടർനേറ്റ് സപ്ലയർ ആകുക. ബിജുൻ എങ്ങനെ കാണുന്നു ഇത്, ഈ രീതിയിൽ ഒരു എക്കോണമിക് ഫാക്ടർ? ഇതിൽ ഏറ്റവും വലിയ ഇമ്പാക്ട് ഉണ്ടാകുന്ന റിയാദിനായിരിക്കും ഏറ്റവും വലിയ. റിയാദ് ഒരു പക്ഷെ 8 മുതൽ 9 മില്യൺ പെർ ബാരലിന് ഒരു പക്ഷെ മാർക്കറ്റിൽ നിന്ന് അവർക്ക് ഷെയർ തന്നെ പോകാൻ സാധ്യത കാണുന്നുണ്ട് ബേസിക്കലി. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് അറബ് ദേശങ്ങൾക്ക് ആയിരിക്കാം. അവരുടെ ഒരു പവർ കൂടി കുറയ്ക്കുക എന്ന നയമായിരിക്കാം ട്രംപിന്റെ. രണ്ട് കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. ഒന്ന്, ചൈനയുടെ ഇൻഫ്ലുവൻസ് പോയിരിക്കുകയാണ്. ചൈന വെറും ഒരു പേപ്പർ ടൈഗർ മാത്രമാക്കി ട്രംപ് മാറ്റിയിരിക്കുകയാണ്. അല്ല മിഥുൻ, പനാമയിൽ ട്രംപ്, പനാമ കനാലിൽ നിന്ന് ട്രംപ് ചൈനയുടെ ദൂരെ കളഞ്ഞു. അവിടുന്ന് എടുത്തു മാറ്റി 100 ബില്യൺ ഡോളറാണ് ചൈന ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് ഇവിടെ വെനസ്വേലയിൽ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട്. 2007 മുതൽ അഗെയിൻസ്റ്റ് ഓയിൽ ലോണായിട്ട് അതെല്ലാം വെള്ളത്തിലായി പോയിരിക്കുകയാണ്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തു. ലാറ്റിൻ അമേരിക്കയിൽ 40% അവരുടെ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് മാത്രം ഇവിടേക്ക് കരാക്കസിലേക്ക് പോയിരിക്കുന്നത്. 60% മറ്റൊരു രാജ്യങ്ങളിൽ. 6ഓളം രാജ്യങ്ങളിൽ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ട്രംപ് വന്ന ശേഷം ട്രംപ് മാറ്റിയിരിക്കുകയാണ് അമേരിക്കൻ അനുകൂല സർക്കാർ. ചിലി, ബൊളീവിയ, അർജന്റീന, ഇനി അവിടെ പല ദേശങ്ങളിലും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബെയ്ജിങ്ങിന്റെ ആ ഇൻഫ്ലുവൻസ് ഇല്ലാണ്ടായി മറികളഞ്ഞു. ലോകത്തിന് മനസ്സിലായി ഇനി അവരെ വിശ്വസിച്ച് എന്ന് പറയുന്ന ഒരുപാട് പേര് പറയുന്നുണ്ട്. ചൈന വരും, റഷ്യ വരും, അത് അവസാനിപ്പിച്ചു. ആ ഒരു അമേരിക്കൻ മേധാവിത്വം മുന്നോട്ടാക്കിയിരിക്കുകയാണ്. 3 കാര്യം എന്റെ മുമ്പിലുള്ളൂ. അതായത് മിഡിൽ ഈസ്റ്റിൽ അവരുടെ ഒരു പ്രസൻസ് കുറയ്ക്കുക, അവരുടെ ഒരു സൗദി ആയാലും ഒരു ഫ്ലെക്സ് മസിൽസ്. കാരണം ചൈനയോടും അവർക്കും താല്പര്യമുണ്ട്, മിഡിൽ ഈസ്റ്റ് ദേശങ്ങൾക്കും അവരിൽ പണമുണ്ട്, ആർക്കും ബയേഴ്സ് ഉണ്ട്. അപ്പോൾ ചൈന ഒരു റിലയബിൾ പാർട്ട്ണർ അല്ല. ചൈന നിങ്ങൾക്ക് കൂടി രക്തം ചുരിയില്ല എന്ന് വളരെ വ്യക്തമാക്കി ട്രംപ് മനസ്സിലാക്കി മാറ്റിയിരിക്കുകയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അതിന്റെ അകത്തൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ വെനൂസില എന്ന് പറയുന്ന ഒരു പെട്രോളിയം കാരണം എനർജി ബൂം സെക്ടർ ആവണമെങ്കിൽ വെനൂസില ഭയങ്കരമായിട്ട് കയറി ഡെവലപ്പ് ചെയ്യും. ഭയങ്കരമായിട്ട് മാറ്റങ്ങളുണ്ടാവും തീർച്ചയായും. അവരുടെ പണം അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തീർച്ചയായും. കാരണം അവരുടെ പണമൊന്നുമില്ല, അമേരിക്ക സ്പെൻഡ് ചെയ്യണം. അമേരിക്കൻ കോർപ്പറേഷൻ വന്ന് സ്പെൻഡ് ചെയ്ത് അത് മാർക്കറ്റ് ചെയ്ത് പോകണം. ഇതിന് ഒരു കാര്യം ചെയ്തിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അത് ഗ്ലോബലായിട്ട് ഇന്ത്യൻസിനുള്ള ജോബ് മാർക്കറ്റ് കൂടുതലാവുമോ? ഇന്ത്യൻസിന് അല്ല, ഞാൻ ദിനുവിനോടാ ചോദിച്ചത്.
ഇപ്പൊ ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് ഒരു ഏത് സെക്ടറിലാണ് ഉദ്ദേശിക്കുന്നത്? അതായത് IT-ലോ? ഉറപ്പായിട്ട് എനർജി ബൂം എന്ന് പറയുന്ന എല്ലാ സെക്ടറിലോട്ടും പോവുമല്ലോ. അല്ല, തീർച്ചയായിട്ടും. ഇപ്പൊ വെനീസിലെ തന്നെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഓപ്പൺ ആവുകയാണ് ബേസിക്കലി. ഇതിപ്പം US-ന്റെ കൺട്രോളിൽ വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെയും ഒരുപാട് ജോബ് സെക്ടറിനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. IT ആണെങ്കിലും ഏത് സെക്ടർ ആണെങ്കിലും കാരണം അവിടെ ഓപ്പൺ ആവുകയാണ്. കാരണം വെനൂസിൽ ഒരു ദരിദ്ര രാജ്യം, അവർക്ക് ഈ പറയുന്ന ടെക്നോളജി മണ്ണാങ്കട്ടി ഒന്നുമില്ല, എല്ലാം ഔട്ട്ഡേറ്റഡ് ആണ് ഈ സാധനം. അതെ, വൺ ഓഫ് ദ മോസ്റ്റ് ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് വെനീസുല. ലാറ്റിൻ അമേരിക്കയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിനന്റ് കൺട്രി ഇതിന് ശേഷം. അപ്പൊ അവിടെ അത്രയും ഒരു പോസിബിലിറ്റീസ് ഭാവിയിൽ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഒരുപാടുണ്ട്. അപ്പൊ അതൊരു വലിയൊരു ഒരു ഇന്ത്യൻസിന് വലിയ ജോബ് ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്യുവാണ് അല്ലേ കാരണം അവിടെയുള്ള ഇന്ത്യൻസ് ആകെ കൂടിപ്പോയി കഴിഞ്ഞാൽ എങ്ങാണ്ട് 100-600 പേരേ ഉള്ളൂ. പക്ഷെ അന്നേരം ഓഫ് ഷോർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പോഴും ഇന്ത്യക്ക് ഒരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അവിടെ. കാരണം ഓഫ് ഷോറിൽ നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആണ് ഗ്ലോബലി, വേൾഡ് വൈഡ്. അപ്പൊ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ഒക്കെ പോസിബിലിറ്റി ഉണ്ട്, ഒന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല. അല്ല, IT സെക്ടർ മാത്രമൊന്നും അല്ല, ഇപ്പം ഓയിൽ എക്സ്പ്ലോറേഷനിലും ഇന്ത്യൻസ് ഭയങ്കര മിടുക്കരാണ്. അതെ അതെ അതെ, കാരണം ഷിപ്പിംഗ് ആണെങ്കിലും വെസൽസിന്റെ മൂവ്മെന്റ് ആണെങ്കിലും അതേപോലെ തന്നെ സപ്ലൈ ചെയിൻ ആണെങ്കിലും ഇന്ത്യക്കാര് വളരെ മുമ്പില്. അതെ അതെ, പോസിബിലിറ്റി തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കട്ടെ, ഈ വെനീസുലൻ ഡിഫൻസ് എന്താ അത്ര മോശമാണ്? അതോ പട്ടാളത്തിൽ 4 പീസായോ? വെനീസുലൻ ഡിഫൻസിന് എന്ത് ചെയ്യാൻ പറ്റി? ഇത്രയോ പേരുടെ ഇത്രയും വലിയ പുലി തോക്കൊക്കെ കൊടുത്തു, അതെല്ലാം കൊടുത്തിട്ട് അതാണ് വെൽ പ്ലാൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. വളരെ എന്താ പറയുന്ന കൃത്യമായ ഇന്റലിജൻസ്. മാത്രമല്ല ഇതിനകത്ത് ഓൾറെഡി സ്പൈസ് ഉണ്ടായിരുന്നു, കംപ്ലീറ്റ് ടീം. പലരും കയറി ഇവരെ കൊട്ടാരത്തിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാർ പോലും, ഈ മറുപടിയോടെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ പോലും CIA-ക്കും മൊസാദിന്റെ ഏജൻസ് ആശ്രയിക്കും. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ഇവർ നേരത്തെ പറഞ്ഞതിനോടൊരു കാര്യം ആഡ് ചെയ്യാം. അമേരിക്കൻ കമ്പനികളാണ് ശരിക്ക് ഈ ഓയിൽ കമ്പനികൾ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട്. ഞാൻ ഓയിൽ ഫീൽഡിൽ വർക്ക് ചെയ്ത് 5 വർഷം, സമ്പർജനിൽ ദുബായ് വർക്ക് ചെയ്ത. അപ്പൊ എനിക്ക് ആ ഒരു രീതി അറിയാം ശരിക്കും. അപ്പൊ ഈ അമേരിക്കൻ ഇപ്പൊ ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു, ഇപ്പൊ പുള്ളിയുടെ സ്പീച്ചിൽ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ് ഇവിടെ വെനീസുലല്ല. അപ്പൊ ആ ഓയിൽ നമ്മൾ എടുത്തിട്ട് അവർക്ക് കോർപ്പറേറ്റ് ആ പൈസ തിരിച്ചു വിടണ്ടേ, അപ്പൊ അവരത് മാർക്കറ്റ് ചെയ്യും. ഇത് തന്നെയാണ് മിഡിൽ ഈസ്റ്റിലൊക്കെ ഞാൻ കണ്ടത്. ഒരു കാലത്ത് മുഴുവൻ, ഇപ്പോഴില്ല, ഇപ്പം പക്ഷെ ഒരു പ്രൊഡക്റ്റ് സർവീസ് മാത്രമാണ്. ഇവര് വന്ന് ഇൻവെസ്റ്റ് ചെയ്തോ. എനിക്ക് ഓർമ്മയുണ്ട് ദുബായിക്കൊക്കെ ഒരു സമയത്ത് ഇവര് ഫ്രാൻസ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. ടോട്ടൽ എന്ന് പറഞ്ഞ കമ്പനി ഒരു ഇത്രയും ഇത് വിളിക്കുമ്പോൾ $1 $1 വെച്ച്, അതായത് പിച്ച എന്ന് പറയത്തില്ലേ, അത് ഇത് ഡെവലപ്പ് ചെയ്യും. വെനീസിലും നല്ലൊരു എക്കണോമി ഉണ്ടാകും, തർക്കമില്ലാത്ത കാര്യമാണ്. ടെക്നോളജി ഇന്നും ഓയിൽ ഫീൽഡിലെ ടെക്നോളജി മുഴുവൻ കിടക്കുന്നത് US-ന്റെ കയ്യിലാണ്, ടെക്നോളജി ഉള്ളത്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തത് സമ്പർജർ എന്ന കമ്പനിയാണ്, ഫ്രഞ്ച് കമ്പനിയാണ്. പക്ഷെ അവരുടെ സ്റ്റോക്ക് എല്ലാം കിടക്കുന്നത് ന്യൂയോർക്കിലാണ്, ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പം ഇവിടെ നമ്മൾ ഹ്യൂസ്റ്റണാണ് ഓയിൽ സിറ്റി, ഷുഗർലാൻഡ് ആ ഒരു ഏരിയയൊക്കെ തന്നെയാണ് ശരിക്കും. അപ്പൊ നമുക്ക് ചെല്ലുമ്പോൾ കാണാം. കാരണം ഞാനിവിടെ 2 പ്രാവശ്യം ട്രെയിനിങ് വന്നിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്കറിയാം. അപ്പം പക്ഷെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സമ്പന്നമാകാൻ പോകുന്നത് അമേരിക്ക തന്നെയാണ്. അമേരിക്ക ഇനി ഒരു 50 വർഷത്തേക്ക് ആരും തിരിഞ്ഞു നോക്കണ്ട. ഇതിന്റെ ഭാഗമായിട്ടാണ് പിന്നെ പാരീസ് ക്ലൈമറ്റ് ചേഞ്ചിന് ട്രംപ് പുറകോട്ട് വന്നത്. ട്രംപിന് ഇത്തവണത്തെ ഇലക്ഷന് 13 ഓയിൽ കമ്പനികളാണ് ട്രംപിന് ഫണ്ട് ചെയ്തത്. അപ്പൊ അവർക്ക് പുള്ളി ഒരു പ്രോമിസ് കൊടുത്തിരുന്നു, ഞാൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓയിൽ വിൽക്കാനുള്ള എല്ലാം തരാം. ഇതൊക്കെ തന്നെ ഇത് ഒരു പ്ലാനാണ്. ഷിജു, ഒരു കാര്യം എന്തോ ഈ സ്ട്രോങ് ക്രൂഡും ലൈറ്റ് ക്രൂഡും അതേപോലെ തന്നെ വെനീസുലൻ ക്രൂഡ് റിഫൈൻ ചെയ്യാൻ വേണ്ടി ലോകത്തെല്ലായിടത്തും റിഫൈനറികൾ ഇല്ല എന്ന് പറയുന്നു. ഇന്ത്യ ഗവൺമെന്റിന്, അതായത് ഈ ONGCക്കും അവർ പോയി വെനീസുല നമ്മൾ നേരത്തെ മേടിച്ചുകൊണ്ട് 2013 ശേഷം സാങ്ഷനെ തുടർന്നാണ് നമ്മൾ നിർത്തിയത്. ഏകദേശം $1 ബില്യൺ വെനീസുലൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കൊടുക്കാനുണ്ട്, കാരണം പബ്ലിക് സെക്ടേഴ്സിന്. അതുകൊണ്ട് ഈ സ്ട്രോങ് ക്രൂഡും ലൈറ്റ് ക്രൂഡും അങ്ങനെ പ്രശ്നമുണ്ടായി മേടിക്കാതിരിക്കും. എന്തോ പറയുന്നതിന്റെ ഉദ്ദേശം എന്തോ? ടെക്നോളജി വൈസ് ഞാൻ ഒരു എക്സ്പേർട്ട് ഉള്ള ഇക്കാര്യത്തിനകത്ത് ഓയിലിനെ പറ്റി ഒരു ജനറൽ അഭിപ്രായം അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ ഉള്ളൂ. പക്ഷേ കാനഡയെ സംബന്ധിച്ചിടത്തോളം കാനഡ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിലിന്റെ സിമിലർ ക്വാളിറ്റിയോ ബെറ്റർ ക്വാളിറ്റിയോ ആണ് വെനിസുല പ്രൊഡ്യൂസ് ചെയ്യുന്നതുള്ളതും വളരെ വ്യാപകമായിട്ട് ദിവസങ്ങളെല്ലാം വളരെ ചർച്ച ഉണ്ടാകുന്നതാണ് ഉള്ളതാണ്. പിന്നെ ഒരു പ്രധാന വിഷയം
ഇന്ത്യ തന്നെ ആവശ്യപ്പെടുന്നല്ലോ, റഷ്യയിലിരിക്കുന്ന ഓയിൽ നിർത്താൻ ആവശ്യപ്പെടുമ്പോൾ ഇന്ത്യ ചോദിക്കുന്നത് വെനിൻസുലയിൽ നിന്ന് വാങ്ങിച്ചോട്ടെ എന്ന് ചോദിക്കേണ്ടത്. അതെ അതെ. അപ്പം ആ സമയത്തും സംഭവിക്കുന്ന പറഞ്ഞാൽ അമേരിക്ക അനുവദിക്കാതിരുന്നത് അല്ലെങ്കിൽ അമേരിക്ക നിയന്ത്രണം ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ആദ്യമേ നമ്മൾ മെൻഷൻ ചെയ്തതുപോലെ ഈ ഡോളറിന് എതിരായിട്ട് ഒരു കറൻസിയും ഒരു റൂബിൾ ബേസ്ഡ് ട്രേഡും ഒക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പാരലായിട്ട് എക്കോണമി പാരലായിട്ട് ട്രേഡ് വളർന്നു വരുന്നു എന്നുള്ളതാണ് പ്രധാന വിഷയം. രണ്ടാമത് വെനിൻസുല അമേരിക്കയുടെ കൈവരികയാണെങ്കിൽ വെനിൻസുല നന്നാകും ഒരു സംശയവുമില്ല. ചുരുങ്ങിയ കാലം കൊണ്ട് വെനിൻസുല നന്നാകും. കാരണം ഇറാഖിനെ പോലെയോ അഫ്ഗാനിസ്ഥാനെ പോലെയോ പോയി കൈവച്ചിട്ട് ഇനി നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞ് വരാനൊക്കത്തില്ല. കാരണം ഇത് അമേരിക്ക ലോകത്തിന് മുമ്പിൽ പ്രൊജക്ട് ചെയ്യേണ്ടതാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിഷയം കൂടെ നമുക്ക് സമയത്തിൽ വരുന്നതോളം ഞാൻ പറയാണ്. കാരണം ഈ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ നേരത്തെ പല രാജ്യങ്ങളുടെയും അധികാരം മാറുമ്പോൾ എന്താണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്? അമേരിക്ക ലക്ഷ്യമിടുന്നത് വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസവും ആവർത്തിച്ച പല പ്രാവശ്യവും ട്രംപിന്റെ പ്രസ് കോൺഫറൻസ് അല്ല, തുടർന്നുള്ള സംഭാഷണം അവരുടെ മനസ്സ് തുറക്കുന്നത്. അപ്പൊ ഈ അതിനകത്ത് വരുന്നത് നമ്മുടെ ഈ വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ നമുക്ക് ചുറ്റും ഒരു ശത്രു ഉണ്ടായിരിക്കാൻ പാടില്ല. ചൈനയ്ക്ക് നേരെ നാളെ തിരിയേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ റീജിയൻ മുഴുവൻ സേഫ് ആയിരിക്കണം. അപ്പൊ അവർക്കെതിരെ തിരിയുന്ന ഒരു വ്യക്തിയെയും ഒരു ഭരണത്തെയും വെച്ചേക്കത്തില്ല. അതിപ്പം പെനിൻസുല ആയാലും കൊളംബിയ ആയാലും കാനഡ ആയാലും മെക്സിക്കോ ആയാലും അതെല്ലാം ഒന്ന് ലെവൽ ചെയ്ത ശേഷമായിരിക്കും ഒരു പക്ഷേ ചൈനയ്ക്ക് നേരെ പോകുക. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് നടക്കുന്നത്. അത് വ്യക്തമായിട്ട് എല്ലാ രാജ്യങ്ങൾക്കും അറിയുകയും ചെയ്യുക. ഈവൻ മെക്സിക്കോ തന്നെ ശബ്ദം ഉയർത്താൻ തയ്യാറാകുന്നില്ല, കാനഡയും എതിരായിട്ട് വരാൻ തയ്യാറാകുന്നില്ല. അത്ഭുതകരമല്ല. ഇന്ത്യ എന്ത് പറയുന്നു? എന്താണ് ഇന്ത്യക്കൊരു ഒപ്പീനിയൻ ഇല്ലാത്ത ഈ വിഷയത്തിനകത്ത്? ഇന്ത്യ വളരെ സൈലന്റ് ആണ്. കാരണം ഇന്ത്യക്ക് ഇതിനെപ്പറ്റി മിണ്ടാൻ പറ്റുന്നില്ല. അതിനെപ്പറ്റി ഒരു ചോദ്യം ഞാൻ മിഥുനോട് ചോദിക്കാം. ഇപ്പം ദാവൂദ് ഇബ്രാഹിം ഏകദേശം ബോംബെ അറ്റാക്ക്, ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്യുന്നു ബംഗ്ലാദേശില്, ചെറിയ ചെറിയ രാജ്യങ്ങള്. ഇന്ത്യയും മോദിക്കും 56 ഇഞ്ചും കൊണ്ട് ഇതും കൊണ്ട് നടക്കുക, ഇന്ത്യ നടക്കുക ഈ സംഭവം. സാറെ, അപ്പൊ അതിനകത്ത് പറയുന്നത് ഇന്ത്യയെ നോക്കുമ്പോൾ തർബ് ഇന്ത്യയിൽ ഇരിക്കുന്നു. ഇന്ത്യൻ ചിന്തിക്കുമ്പോൾ നമ്മുടെ നയം എന്ന് പറയുന്നത് ചേരിചേരാ നയം, അത് തൊട്ട് അയൽപ്പക്കത്തെ രാജ്യങ്ങളുമായിട്ട് ചേരിചേരാ നയമൊക്കെ എന്നേ കഴിഞ്ഞ അതൊന്നും ഇതുമായിട്ട് ക്ലബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വേറെ നയം പറയും, അതൊക്കെ എന്നേ പോയി. അതിനുശേഷം ബാലാക്കോട്ട് പോയി, കാർഗിലുണ്ടായി, സിന്ദൂർ ഉണ്ടായി, ആ നയമൊക്കെ പോയി. ഞാൻ ചോദിക്കുന്ന സിമ്പിൾ ചോദ്യം ചോദ്യം സാറേ, ഇന്ത്യയുടെ ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് 86 ബില്യൺ. അമേരിക്കൻ ഡിഫൻസ് ബഡ്ജറ്റ് എത്ര നമുക്കറിയാമോ? 1 ട്രില്യൺ. അങ്ങനെയാണ് ഇസ്രായേൽ ചെയ്യുന്നില്ലയോ? ഡിഫൻസ് ബഡ്ജറ്റ് അങ്ങനെയാണ് ഇസ്രായേൽ ചെയ്യുന്നില്ലയോ? കറണ്ട് പോയിന്റിലേക്ക് വരട്ടെ. 1 ട്രില്യൺ ആലോചിച്ച് നോക്കണം. 10-1 മാത്രമാണ് ഈ പറഞ്ഞ സാറ് പറഞ്ഞ 3 മണിക്കൂർ കൊണ്ട് മഡൂറോനെ എത്ര എയർക്രാഫ്റ്റ് പോയെന്നറിയോ? 150 വാർപ്ലേസ്, 150 വാർപ്ലേസ്, എയർക്രാഫ്റ്റ് ലിറ്ററലി എന്ന് പറഞ്ഞ് പറക്കുന്ന പാലസ് ആണ് പോയിരിക്കുന്നത്. എത്ര എണ്ണം പോയിരിക്കുന്ന അറിയാവോ? ഇതിനൊക്കെ പണം മുടക്കണം. പണം മുടക്കണമെങ്കിൽ ഇതിലൂടെ റവന്യൂ വേണം. അതല്ലാതെ ലോജിസ്റ്റിക്സോ അല്ലെങ്കിൽ 85 ബില്യൺ, നമുക്കിനെ കുറ്റം പറയാം, 85 ബില്യന്റെ വാർഷിക ബഡ്ജറ്റുമായിട്ട് നമ്മള് ഈ ബലൂചിസ്ഥാനിൽ പോയിട്ട് മറ്റേ ഹഫീസ് സയ്യദിനോ പിന്നെ ഇവരായിട്ട് പോകുന്ന അതല്ല നമ്മുടെ ഉദ്ദേശം. അതല്ല ഇന്ത്യയുടെ പ്രയോറിറ്റി. അതല്ല ഇന്ത്യയുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് വേറെ പലതുമാണ്. അമേരിക്കയുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? സുപ്രമസി. ലോകം മുഴുവൻ 88 സ്ഥലങ്ങളിലാണ് അമേരിക്കക്ക് ബേസ് ഉണ്ട്. ഇന്ന് ലോകത്തിൽ ഏത് രാജ്യത്തെ വേണമെങ്കിൽ 30 മിനിറ്റും കൊണ്ട് ആക്രമിക്കാനുള്ള കഴിവുള്ള ഒരേ രാജ്യമാണ് അമേരിക്ക. എന്ന് പോയി ആരംഭിച്ചതാ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്ത് രണ്ടാം ലോകം. എന്റെ ചോദ്യം അതല്ല, ചോദ്യത്തിലോട്ട് വാ. ഇന്ത്യയെ കൊണ്ട് സാധിക്കുകയോ ഇല്ലയോ? അതാണ് ചോദ്യം. അല്ലെ നയത്തിനെ പറ്റിയൊന്നും അല്ല. ഇവിടുന്ന് അറ്റാക്ക് ചെയ്ത പല ആൾക്കാരും പലയിടത്ത് പോയി ഒളിച്ചിരിപ്പുണ്ട്. ഇന്ത്യയെ കൊണ്ട് നടക്കുകയോ ഇല്ലയോ? ഇന്ത്യക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. കാരണം ഇപ്പൊ അതല്ല ഇന്ത്യയുടെ ഇമ്പോർട്ടൻസ്. പ്രയോറിറ്റി ഇന്ത്യയെ കൊണ്ട് ദാവൂദ് ഇബ്രാഹിമിനെ അവിടുന്ന് പൊക്കാൻ പറ്റുമോ ഇല്ലയോ? ഇന്ത്യക്ക് പൊക്കാൻ പറ്റില്ല. എന്റെ ചോദ്യം കറക്റ്റായിട്ട് ചോദ്യം കേക്ക്. ഏകദേശം 1.25 കോടിയോളം ഹിന്ദുക്കൾ ബംഗ്ലാദേശില്, ഓക്കെ, അവർ ഇന്ത്യക്കാരെന്നും ഹിന്ദുക്കളായതിന്റെ പേരിലാണ് അറ്റാക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? അടുത്ത ചോദ്യം. നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാല് നമുക്ക് ഈ വിഷയങ്ങൾ മേഖലകളിൽ ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. അവിടെ പോയി എന്ത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് അന്താരാഷ്ട്ര മേഖലകളിൽ UN-ലും ഇത് ഉയർത്താൻ സാധിക്കും. അല്ലെങ്കിൽ അവിടെ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കൾക്ക് വരും കാലങ്ങളിൽ ഇത് ഇല്ലാതിരിക്കാനുള്ള നടപടികൾ, പ്രഷർ, അതിനപ്പുറം ഇന്ത്യക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് മോഡി സർക്കാരിന്റെ കഴിവുകളാന്ന് പറഞ്ഞാൽ എനിക്കൊരു യൂസ് ചെയ്യാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും. അത് ഓരോ പരിമിതികളുണ്ട്.
അതൊരു സ്വന്തം രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ. അവിടെ കടന്നു കയറി ആക്രമിക്കുക. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കാൻ, അങ്ങനെയാണ് ഇസ്രായേൽ ചെയ്യുന്നു? ഇസ്രായേൽ അമേരിക്കയുടെ ഒരു പങ്കാളിയായ ഇസ്രായേൽ എന്ന് പറയുന്നത് ഇന്ത്യ പങ്കാളി ഇല്ലയോ? അല്ല, ഇന്ത്യ എങ്ങനെ സാറേ? ഇവിടെ ജൂഷ് ഹാഫ് ജൂഷ് ആണ് ഇവിടുത്തെ കൺട്രോൾ ചെയ്യുന്നത്. എത്ര വർഷം എത്രയായി അമേരിക്കയും ഇസ്രായേലും കൂടി? ഇന്ത്യ അമേരിക്കക്ക് വാർഷിക പദ്ധതി തരുന്നുണ്ടോ? ഗ്രാന്റ് തരുന്നുണ്ടോ സാർ? അമേരിക്ക ഇസ്രായേലിന് ഗ്രാന്റ് കൊടുക്കുന്നത് വർഷം ഡിഫൻസ് മാനുഫാക്ചറിങ്ങിന്. അമേരിക്കയുടെ അലയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇന്ത്യ അമേരിക്ക എന്തുകൊണ്ടല്ല? ഇന്ത്യ അമേരിക്ക അലയൊന്നും അല്ല. ഇന്ത്യ അമേരിക്കയുടെ അലയൻസ് പാർട്ണർ. അമേരിക്കയുടെ പ്രത്യക്ഷത്തില് നമുക്ക് അങ്ങനെ എനിക്ക് അത് അല്ലെങ്കിൽ ഇത്ര എക്യുപ്മെന്റ്സും സംഭവം ഒന്നും കൊടുക്കത്തില്ലല്ലോ. നമ്മൾ ആ ലെവലിലേക്ക് എത്തി അല്ല, ഇത് എന്റെ ചോദ്യമല്ല. അമേരിക്ക ചെയ്യുന്നു, ഇസ്രായേൽ ചെയ്യുന്നു, ഇന്ത്യക്ക് ചെയ്യാൻ പറ്റിയതേ ചോദിച്ചുള്ളൂ. ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യാൻ പറ്റില്ല. ചെയ്യാതിരിക്കാൻ പറ്റിയ കാരണം ഞാൻ പറയണല്ലോ. കാരണം ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സംഭവം നമ്മുടെ പ്രയോറിറ്റി അല്ല. നമ്മുടെ ഇപ്പത്തെ നമ്മുടെ ചലഞ്ചസ് എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ പോയിട്ട് ആക്രമിക്കുക അതല്ല. നമുക്ക് ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അത് സോൾവ് ചെയ്യുക. ഇന്ത്യ ഒരു വികസനത്തിന്റെ പാതയിലേക്ക് വരികയാണ്. ഇപ്പൊ സാറിന് അറിയാം എത്രമാത്രം പുറകോട്ടാണ് ഇസ്രായേൽ പോയിരുന്ന കഴിഞ്ഞ 4 വർഷമായിട്ട്. അത് GDP പുറകോട്ട് പോയിരിക്കുമായിരുന്നു. ഒരു വാറിന് പോകുന്നത് എളുപ്പമാണ്, ശരിയാണ്. തുടങ്ങാൻ ആരംഭിക്കാൻ വളരെ എളുപ്പമാണ്, അവസാനിപ്പിക്കുക എളുപ്പമല്ല. വെറുതെയാണോ 6 ദിവസം കൊണ്ട് അവസാനിപ്പിച്ചത് നമ്മള്? കാരണം തുടങ്ങുക ഇറ്റ്സ് വെരി ഈസി. ഇസ്രായേലിനെ അവസാനിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ശരിയാണ്, ഇസ്രായേൽ മുന്നേറി അംഗീകരിച്ചു. പക്ഷെ അവസാനിപ്പിക്കാൻ പറ്റണ്ടേ? കോൺസ്റ്റന്റ് ത്രെട്ട് ഉണ്ട് എല്ലാ സമയങ്ങളിലും. ആ ഒരവസ്ഥയിലേക്ക് ഇന്ത്യക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഒരു ജീവന്റെ വിഷയം മാത്രമല്ലെന്നല്ല പറയുന്നത്. ഹിന്ദുക്കളുടെ ലക്ഷക്കണക്കിന് ഹിന്ദുക്കളുടെ വിഷയമാണ്. പക്ഷെ യുദ്ധമല്ല അതിനുള്ള പരിഹാരം സർ. ഓക്കെ, വെരി ഗുഡ്. ദിനു, എങ്ങനെയാണ് ചെറുപ്പക്കാർ ഇതിനെ കാണുന്നത്? അമേരിക്ക ട്രംപ് ഹീറോ ആയോ? ട്രംപ് ഹീറോ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ വെസ്റ്റേൺ വേൾഡില് ഇതിനൊരു അക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇത് ഗ്ലോബലി ഇത് എങ്ങനെ റിസീവ് ചെയ്തു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. കാരണം ഈ വേൾഡ് പോലീസുകളിൽ ഒരുപക്ഷെ മറ്റ് രാജ്യങ്ങള് ഇതുപോലെ നാളെ എന്താ പറയുന്നത് അവർക്കും ഇതുപോലെ ഇപ്പൊ തായ്വാന്റെ ഇഷ്യൂ ഒരെണ്ണം, അല്ലെങ്കിൽ ഈ നോർത്ത് കൊറിയയുടെ ഇഷ്യൂ വേറൊരെണ്ണം. ഇപ്പൊ ഇവരെല്ലാം എങ്ങനെ ഇനി ഇതിനെ മുതലെടുക്കും എന്നുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട് ഭാവിയില്. അപ്പം എന്തോ ഷെറിയുടെ കൺക്ലൂഡിങ് സംഭവം എന്തോ? ഞാൻ ആ വിധന പറഞ്ഞ പോയിന്റിലേക്ക് വരാം. മച്ചാൻ ചോദ്യത്തില്ല. അതായത് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുമോ? ഇന്ത്യക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനുള്ള ഇച്ഛാശക്തി ഇല്ല. അതാണ് അതിന്റെ കാരണം 48 ഇസ്രായേൽ പറഞ്ഞ രാജ്യം ഉണ്ടാക്കിയപ്പോൾ അവരെ ഹോളോകോസ്റ്റിലെ ഹോണ്ട് ചെയ്തവരെ മൊത്തം ലോകം മുഴുവൻ നമുക്ക് ഗോൾഡാൻ വേറിന്റെ ഓപ്പറേഷൻ അറിയാം. അവർ എത്ര രാജ്യങ്ങൾ അടിച്ചു? ഈദി അമീനെ അവിടെ പോയിട്ട് അപ്പൊ എൻഡബേല് പോയിട്ട് അടിച്ചു. എന്നിട്ട് ഈ ലോകരാഷ്ട്രങ്ങൾ അത് തെറി പറഞ്ഞല്ലോ, UN തെറി പറഞ്ഞല്ലോ. എന്നിട്ട് ഇവരാരും മൈൻഡ് ചെയ്തു? ഇതിനാണ് പറഞ്ഞത് നല്ലൊരു പൊളിറ്റിക്കൽ വില്ല്, നല്ല ലീഡർഷിപ്പ്, ഇച്ഛാശക്തി വേണം. ഇന്ത്യക്ക് ഇച്ഛാശക്തി ഇല്ലാതായി പോയിന്റാണ് പ്രശ്നം. അല്ല, അമേരിക്ക പാകിസ്ഥാനിൽ കയറി അടിച്ചല്ലോ, അല്ല ലാബിനോടൊന്ന് മുക്കിയല്ലോ. അപ്പൊ ഈ റഷ്യ പല രാജ്യത്തും പോയിട്ട് കാണിച്ചിട്ടല്ലോ. അല്ല, ഒരു തന്നെ പിന്നെ പെട്ടെന്ന് കുത്തി വെച്ച് കൊന്നു ഇംഗ്ലണ്ടിൽ വെച്ചിട്ട്. അപ്പൊ ഇതിന് വേണ്ടത് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് വേണം. ചുമ്മാ മേരെ പ്യാരെ ദേശീയ വായിസിയോ 56 എന്നും പറഞ്ഞിട്ടും കാര്യമില്ല. അല്ലല്ല, എനിക്ക് അത് പറ്റുന്നുണ്ടെങ്കിൽ അത് പറ്റുക തന്നെ ചെയ്യും. പക്ഷെ അതിനുള്ള തന്റെ ഇടമില്ല. അതാണ് പ്രശ്നം. ഇപ്പൊ ഇതിന്റെ എല്ലാവരോടും സംസാരിച്ച എന്റെ ഒരു കൺക്ലൂഡിങ് സംഭവം എന്ന് പറയുന്നത്, ഇത് അമേരിക്കയുടെ ഇമേജ് ഗ്ലോബലി മാറ്റിയിട്ടുണ്ട്. ലോക പോലീസ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നു, പക്ഷെ ഇപ്പൊ അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് അവരാണ് പോലീസ്. അവർ തന്നെ നിശ്ചയിക്കും. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ലോകം മുഴുവനും ഡെലിഗേറ്റ്സിനെ വിടുവാണ് ഞങ്ങൾ ചെയ്ത് ശരിയാണെന്ന് പറയാൻ. ഇവിടെ നോക്കാം, അമേരിക്ക ഒരു കുന്തവും ചെയ്തില്ല. പ്രധാന പോയിന്റ്, അവിടെ ഒന്നും ചെയ്തില്ല. അപ്പം ഷിജു നേരത്തെ സംസാരിച്ചു. കാരണം ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർക്ക് അറിയത്തില്ലായിരുന്നു, അവർക്കറിയത്തില്ലായിരുന്നു. അവരോടൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, അവരങ്ങ് ചെയ്തു. ഇതാണ് ബേസിക്. എനിവേ, ഒരു നല്ലൊരു ടോപ്പിക് ആയിരുന്നു. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.